പ്രതിഷ്ഠിച്ചിരിക്കല്ലേ. അയ്യോടാ, നിനക്ക് തീരെ ഒക്കുന്നില്ല, എന്നെ കണ്ടിട്ട് തീരെ ഒക്കുന്നില്ല. അസൂയ അല്ലാതെന്താ? എന്ന് പറഞ്ഞാൽ ഇത് ആരാന്നാ? തിക്കൃഷി സുകുമാരൻ നായരല്ലയോ? മേപ്പടിയാ നിന്റെ തന്തയാണ്. തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. അല്ല, നീ ചുക്കുളിച്ച് സുകുമാരൻ നായർ മാത്രമേ അംഗീകരിക്കത്തുള്ളൂ? അല്ല, ഈ ഉമ്മറത്ത് കണ്ണു കിട്ടാതിരിക്കാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദുശാസനം പിള്ളയെ അംഗീകരിക്കും. മോനെ ദുശാസന, ചായ എടുത്തു കുടിക്കും. മനസ്സില്ല. മനസ്സുകൊണ്ട് കൂച്ചണ്ട, വാ കൊണ്ട് കൂച്ചാ മതി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലോടി എനിക്ക് വോട്ട് തമ്പാറല്ലേ ചായ തരാവൂന്ന്? അതിന്റെ മൂട് പോയി. മൂപ്പിന്റെ പ്രായമായിരുന്നു അതിന്. ഇതിനകത്ത് കുടിച്ചെന്ന് വെച്ച് ദഹനക്കേടൊന്നും ഉണ്ടാവത്തില്ല. എടുത്തു കുടിക്കും. ഞാൻ അത്രയ്ക്ക് പരിഷ്കാരിയല്ല. ഇതിന്റെ പേര് പരിഷ്കാരമൊന്നല്ല, കപ്പെന്ന്. തമാശക്ക് വന്നു മരുമോള് രാവിലെ തമാശക്ക് വന്നു. പിന്നെ നിനക്കെന്താടി എന്നെ കാണുമ്പോ ഒരു ചൊറിച്ചില്? നിന്റെ ഭർത്താവിനെ പോയി ചൊറിയടി. ഞാൻ ആരെയും ചൊറിയാൻ വരുന്നില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. എന്തോന്ന്? കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. ആരോട്? ഡോക്ടർ മോഹൻദാസിനോട്, മൂപ്പിന്നിന്റെ മോനോട്. നിന്റെ വർത്തമാനം കേട്ടിട്ട് അവനെ നീ തീറ്റ കൊടുത്ത് വളർത്തുന്ന സാധനമാണെന്ന് തോന്നുന്നല്ലോടി. നിനക്കവനോട് നേരിട്ട് പറഞ്ഞാലെന്താ? കിരീട ഊരി പോകൂ. എന്റെ പട്ടി പറയും. അത് ശരി. അപ്പൊ അതിനു വേണ്ടി നീ പട്ടിയെ വളർത്തുന്നുണ്ടോ? ആട്ടെ, പട്ടി ഇംഗ്ലീഷിൽ പറയോ മലയാളത്തിൽ പറയോ? തമാശിച്ചതാന്നോ? ആ, അമ്മായച്ചൻ രാവിലെ തമാശിച്ചതാന്നോ? അയ്യടാ, കണ്ടേച്ചാലും മതി ഉമ്മർത്ത് ഇങ്ങനൊരു സാധനത്തിന്. മനുഷ്യനെ പേടിപ്പിക്കാതെ. എന്തുവാടി ഇത്? ഇന്നത്തെ പത്രം. ഓ, എനിക്കിത് കാണുന്നതേ ഞാനൊക്കെടാ. പത്രം മുപ്പിനെ ഏതാണ്ട് ചെയ്തോ? ഇത് വായിച്ചാ വയറ്റിലുണ്ടാവും, അത്രയ്ക്ക് കേമമാ. അതുകൊണ്ടാ. നിന്നെ സത്പുത്രൻ എന്ത് ചെയ്യാടി? സുധീവൻ. മക്കൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാ വാ തുറന്ന് കാണിച്ചാലേ അവസാനം വായിൽ വിരലിട്ടോണ്ടിരിക്കേണ്ടി വരും കേട്ടോ. ഞാനെന്താ അവനെ മടി വെച്ചോണ്ട് കിടക്കണോ? അല്ലെങ്കിൽ തന്നെ അങ്ങനെ വെക്കാൻ അവൻ അടക്കയാണ്. എടി, അടക്കയുടെ അടക്കാമരത്തിന്റെയും കാര്യമല്ല ചോദിച്ചത്, നിന്റെ മോന്റെ കാര്യമാ. വിളിച്ചോണ്ട് വന്നാ കാണിച്ചു തരാം. ഓ, ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കാതെ ആ ഫാനൊന്നും ഇട്ടൂടെ മുപ്പിലെ? കറണ്ട് ലാഭിക്കണം, കറണ്ട് ലാഭിക്കണമെന്ന് കറണ്ട് മന്ത്രി പറയുകയോടി. പോരാത്തതിന് അടിക്കടി കറണ്ട് പോക്കും. അല്ലെങ്കിൽ ഈ കറണ്ടൊക്കെ എന്നാ ഉണ്ടായത്? എന്റെ 19 വയസ്സ് വരെ തുടങ്ങി പുരാണം. നീ വലിയ കോളേജ് പ്രൊഫസർ അല്ലയോ? നിനക്കറിയാം ഉണ്ടാ. ഈ മോന്തയ്ക്ക് ഇതൊന്ന് തന്നാലുണ്ടല്ലോ. യോ, ഇതെന്താ വെച്ചാ മുറിഞ്ഞിരിക്കുന്നേ? അത് മുഖം പഠിച്ചപ്പോ പറ്റിയതാ മക്കളെ. സൂക്ഷിക്കണ്ടേ അച്ഛാ? അത് ഒന്നിന് പുറത്ത് ഒന്ന് കയറിയിരിക്കുന്ന ബ്ലേഡൊക്കെയാ മക്കളെ നിന്റെ കെട്ടിയോ മേടിച്ചോണ്ട് തരുന്നത്. മരുന്ന് വല്ലതും പുരട്ടിയോ? ഇനി തൊട്ട് ഞാൻ ഷേവ് ചെയ്ത് തരാം കേട്ടോ. സാരമില്ല കൊച്ചേ, ഈ ഷേവ് ചെയ്ത് കഴിഞ്ഞ് മോന്തയ്ക്ക് തൂക്കുന്ന നീറുന്ന പുല്ലുണ്ടല്ലോടി, അതേലിച്ചേരെ തൊട്ടിട്ടു. എന്നാൽ ഇത്രയും തൊലിക്കട്ടി ഉണ്ടായിട്ട് മുറിഞ്ഞതേ? ഓടി വരുമോളെ. ഡാക്ടറിനോട് പറ ചെന്ന് ആഹാരം കഴിക്കാൻ. എനിക്ക് കോളേജിൽ പോണം. എന്താ ബോംബിട്ടാണോ ഇത്ര ഞെട്ടാൻ? എടാ, ഇതിന്റെ പേര് ബോംബെന്നാ. ദിവസവും മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉമ്മറത്ത് ഈ ബോംബ് കൊണ്ടിട്ടിട്ട് പോവുക. വിവരമുള്ളവർ അതെടുത്ത് അതുപോലെ അടുക്കി വെച്ച് ആക്രിക്കാർക്ക് തൂക്കിക്കൊടുക്കും. നിങ്ങളെ പോലെ ബോധമില്ലാത്തവർ ഇതൊക്കെ വായിച്ച് വിവരക്കേട് കൂട്ടും. നിനക്ക് കഴിക്കാൻ കാപ്പി എടുത്തു വെച്ചേക്കുന്നെന്ന്. രാവിലെ കഴിക്കാനെന്ന് തോന്നാ? ചെന്ന് പൊക്കി നോക്കടാ. ഇവിടെ ഇരിക്കണ ഞാനെങ്ങനെ പറയാനാ? അതിനെന്തിനാ ഇങ്ങനെ ചാടിക്കടിക്കാൻ വരുന്നേ? അല്ല, ഡോക്ടറാണെന്ന് കരുതി എന്തും ചോദിക്കാവുന്നോ? ഞാൻ ആവശ്യമില്ലാത്ത വല്ലതും ചോദിച്ചോ? എന്റെ തന്ത എന്താടാ കണിയാനാന്നോ? അച്ഛൻ അറിയാൻ വയ്യാത്ത കാര്യം എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? നീ രാവിലെ ഉടക്കാൻ ഇറങ്ങി തിരിച്ചേക്ക് വന്നു. അല്ല, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ അത് അറിഞ്ഞിട്ടാകാം അവിടെ. എന്തിന്റെ കേടാ? എന്റെ കേട് നീ പോക്കണ്ട. എനിക്കിന്ന് 9 മണിക്ക് മുൻപ് തന്നെ പോണം. അതിനെന്താ, ഞാൻ കൂടെ വരണോ? എന്നും അച്ഛനാണോ എന്റെ കൂടെ വരുന്നത്? എനിക്കിവിടെ ആരും നോക്കി നിൽക്കാനൊക്കില്ല. വലിയ ഡോക്ടറാ, കൈപുണ്യമുള്ളവൻ, കൈക്കൂലി വാങ്ങില്ല, രോഗികളോട് മാന്യമായി പെരുമാറും, വീട്ടിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യത്തില്ല, എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ. പറഞ്ഞിട്ടെന്താ? മതി മതി, കാള വാല് പൊക്കുമ്പോഴേ അറിയാം എന്തിനാണെന്ന്. 80 കഴിഞ്ഞ കാള ഇനി എങ്ങനാടാ വാല് പൊക്കേണ്ടത്? വാലും തലയും ഒന്നും പൊങ്ങാതായി. പക്ഷെ നാക്കിന് 7.5 മുഴം നീളണം. അച്ഛൻ കാപ്പി കുടിക്കും. നീ എന്നെ കുടിപ്പിക്കണ്ട, നീ പോയി കുടിക്ക്. നിനക്കൊരു മോനുണ്ട്, സുധീവൻ. ഓർമ്മിപ്പിക്കാം. 2 ദിവസമായി അദ്ദേഹം ഇവിടുന്ന് പോയിട്ട് കാണാനില്ല. വല്ല വിവരവും ഉണ്ടോ ഇത്? എനിക്കറിയില്ല, അവന്റെ അമ്മയോട് പറഞ്ഞു കാണും. അവക്കും അറിയില്ല. ഇങ്ങനെയൊന്നുമല്ല ഞാൻ നിന്നെ വളർത്തിയത്.
പള്ളിക്കൂടത്തിൽ നിന്ന് വരാൻ അരനാഴിക താമസിച്ചാൽ മരത്തെ കെട്ടിയിട്ട് അടിച്ചിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് നീ ഗുണം പിടിച്ചു. ഇപ്പോഴത്തെ കുട്ടികൾ അടിക്കേണ്ട അച്ഛൻ. അവൻ ജോലിയുള്ളവനാണ്. ദിവസവും വൈകുന്നേരം വീട്ടിൽ വരുന്നവൻ. ജോലി സംബന്ധമായി എന്തെങ്കിലും യാത്രയൊക്കെ കാണും. അത് ഇയാളോട് പറഞ്ഞില്ല, അവന്റെ അമ്മയോട് പറഞ്ഞില്ല. ഇതിന്റെ പേര് വളർത്തുന്നല്ല മക്കളെ, വളർത്ത് ദോഷമെന്നാ. ചുമ്മാതിരിക്കാൻ രൂപേ. എടാ, അച്ഛനെ ഔസേപ്പച്ചാന്ന് വിളിച്ച് ശീലിച്ചു പോയി നീയൊക്കെ. എന്നാ ഇയാളെ ഹരിചന്ദ്ര എന്ന് വിളിക്കാം പോരേ? വേണ്ടടാ, ദുശാസനം പിള്ളക്ക് അന്തസ്സായിട്ടൊരു പേരുണ്ട്, ദുശാസനം പിള്ള. ആവശ്യത്തിന് പേര് ദോഷമുണ്ട്. പേര് ദോഷം നിന്റെ തന്തയ്ക്ക്. തന്തയുടെ കാര്യം തന്നെ പറഞ്ഞു. മക്കളെ പറയിപ്പിക്കാനായിട്ട് ഇങ്ങനെ മക്കളുണ്ടായാൽ എന്തോ ചെയ്യും? ഞാൻ പോയി ഇത്തിരി കാപ്പി കഴിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ദുശാസനം പിള്ളേ? തമാശക്ക് വന്നു. ആ, ഇയാള് തമാശക്ക് വന്നു. ആ. നീ പോടാ കൊരങ്ങ. ഇയാൾ പോടോ മുതുകുലങ്ങ. ഞാൻ ചാകുമ്പോ നീയൊക്കെ പഠിക്കുമടാ. തന്തേ, ചാകുന്ന കാര്യം പറഞ്ഞാലുണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. അച്ഛനെ ഉമ്മർത്ത് ഒരു ഘടികാരം പോലെ എപ്പോഴും ചലിച്ചുകൊണ്ടും ചിലച്ചുകൊണ്ടും ഇരിക്കുന്നത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഇവിടെ? മക്കളെ മോഹനോ, എന്തോ? പോയി കാപ്പി കുടിക്കാൻ. നിനക്ക് 9 മണിക്ക് പോണ്ടേ? എടി കൊച്ചേ, അവൻ 9 മണിക്ക് പോണമെന്ന്. എന്താ പോകണ്ടെന്ന് പറഞ്ഞ് ഞാൻ പിടിച്ചു നിർത്തും? ആ സമയത്ത് നീ റെഡിയായി നിക്കണം ഇവിടെ. ഇല്ലെങ്കിൽ പോലീസ് പിടിക്കോ? നിനക്ക് അവന്റെ വണ്ടി തന്നെ കഴിവേറ്റണമല്ലേ? ഇവിടെ വേറെ വണ്ടി കിടപ്പില്ലേ? ഭാര്യയും ഭർത്താവും ഒരേ വഴിക്ക് തന്നെ പോകുന്നു. എന്നെ കോളേജിന്റെ വാതിക്കൽ ഡ്രോപ്പ് ചെയ്യാൻ സൗകര്യമുണ്ട്. പിന്നെന്തിനാ 2 വണ്ടി? അത് കതിക്കപ്പറ്റി ചെലവല്ലേ അച്ഛാ? ആ, എന്നെ സേതുലക്ഷ്മിയുടെ വീട്ടിൽ ഇറക്കാൻ പറഞ്ഞേക്കണം. ഓ, അവിടുന്ന് ഞങ്ങൾ 2 കൂടെ പൊയ്ക്കോളാം. അച്ഛൻ ആഹാരം എടുത്തു വെക്കണോ? എടുത്തു കഴിച്ചോളൂ. ഞാൻ എടുത്ത് കഴിച്ചോളാം. ഡോക്ടർ തുണി ഡോബി കൊണ്ടുവന്നത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക. അച്ഛാ, അച്ഛന്റെ മരുന്ന് തീർന്നു. വാങ്ങിക്കൊണ്ട് വരുമോന്ന് ചോദിക്കണം, അല്ലെങ്കിൽ എനിക്ക് വാങ്ങാനാ. പ്രൊഫസർ സേതുലക്ഷ്മിയുടെ വീടിന്റെ വാതിക്കൽ ഇറക്കണമെന്ന്. എന്നിട്ട് ഞാൻ അവിടെ കാത്തു കിടക്കണോ? അവര് 2 പേരും കൂടി അവിടുന്ന് പൊയ്ക്കൊള്ളാമെന്ന്. പിന്നെ അലക്കാൻ കൊടുത്ത തുണി അകത്ത് മേശപ്പുറത്തിരിപ്പുണ്ട്. മക്കളെ, അച്ഛന്റെ മരുന്ന് തീർന്നു. ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. അച്ഛൻ ശ്രദ്ധിച്ചോ? എന്തേ? അവരെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചുമയ്ക്കും. നിന്റെ ഭാര്യ ചുമക്കുന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എഴുതാപ്പുറം വായിക്കണ്ട. അല്ല, ചുമക്കിനി കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങണോ? ഏതെങ്കിലും ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി കഴിക്കാൻ പറയണം. നീ ഒരു ഡോക്ടറല്ലേ? അവളെ പരിശോധിച്ച് മരുന്ന് വാങ്ങി കൊടുത്താൽ എന്താ? നിന്റെ ഭാര്യയല്ലേ? പറയുന്നത് കേട്ടാൽ മതി. നിന്റെ 2ന്റെയും ഇടയ്ക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഒരു നാവായി പണിയെടുക്കുക ഞാൻ. സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് മക്കളെ. എനിക്ക് മടുത്തു. അച്ഛൻ തുടങ്ങി. നീയൊക്കെ തുടങ്ങിയിട്ട് മതി. ഈ സാധനങ്ങൾ തീർന്നു, വാങ്ങണം. കൊടുത്താ മതി. അതിൽ എഴുതിയിരിക്കുന്നത് അത്രയും വാങ്ങിയാൽ മതി എന്ന് പറയണം. ലോറിക്കണക്കിന് വാങ്ങിക്കൊണ്ട് വരരുത്. മക്കളെ, നീ എന്താടി ചുമക്കുന്നേ? എന്തെങ്കിലും അലർജിയോ മറ്റോ ആയിരിക്കും. കുട്ടികളോട് വായിട്ടലയ്ക്കുന്നതല്ലേ. അയാള് ശ്രദ്ധിച്ചു. എന്താ, ചുമക്കരുതെന്ന് പറഞ്ഞോ? ഏതെങ്കിലും ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങി കഴിക്കാൻ പറഞ്ഞു. എന്റെ കാര്യം നോക്കാൻ എനിക്ക് പ്രായമുണ്ടെന്ന് പറഞ്ഞേക്കാം. ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ അങ്ങനെ പറയോ? സ്നേഹം ഉള്ളിൽ പൂഴ്ത്തി വെച്ച് പുഴുകി തിന്നട്ടെ. അവൻ നിന്നെ ഒന്ന്
അല്ല ഈ ചുമക്കേ അച്ഛൻ പറയാം. അങ്ങനെ ഒരു ഔദാര്യം എനിക്ക് ആവശ്യമില്ല. ഞാൻ ചുമച്ച അയാൾക്ക് എന്താ? അച്ഛന് വേറെ ജോലിയൊന്നുമില്ലേ? പട്ടി കഴിവരുടെ മോളെ, അച്ഛന് വേറെ ജോലിയൊന്നും ഇല്ലേന്നോ? എന്റെ മരുമോള് ചുമച്ചാ എനിക്ക് തണ്ണമട്ടടി, എനിക്ക് സഹിക്കുകയല്ല. വേഷം കെട്ടി നിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് നിൽക്കുന്നതേ ഗതികേട് കൊണ്ടല്ല, സ്നേഹം കൊണ്ട്. അച്ഛൻ ദേഷ്യപ്പെടാനോ സങ്കടപ്പെടാനോ പറഞ്ഞതല്ല. കോളേജിൽ നിന്ന് ഞാൻ ഈ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് എന്തിനാ? അച്ഛനോട് വഴക്കിടാൻ, തമാശ പറയാൻ. ഈ അച്ഛനില്ലേ? നീയും അവനും ഒക്കെ രാത്രി ഞാൻ ഉറങ്ങിക്കഴിയുമ്പോ പല കുറി വന്നു നോക്കും ഞാൻ ചത്തോന്ന്. ചാകില്ല കഴിവരുടെ മക്കളെ, എനിക്കറിയാം ഞാൻ ചത്താ പിന്നെ ഈ വീടില്ലെന്ന്. അകത്തേക്ക് വാങ്ങേണ്ട സാധനങ്ങളുടെ കുറിപ്പടിയാ, കൊട്ടത്താപ്പിന് മേടിക്കരുത്. ഇതിലെഴുതിയിരിക്കുന്ന അത്രയും മേടിച്ചാ മതി. എന്താ? വൈകുന്നേരം താമസിക്കുമെങ്കിൽ എന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് ഇടാൻ പറയണം. ഒരു നിമിഷം വെയിറ്റ് ചെയ്തെന്നും പറഞ്ഞ് ആകാശമൊന്നും ഒടിഞ്ഞു വീഴില്ല. പോയിന്റ്. ഞാൻ അതിന് വെയിറ്റിംഗ് ചാർജും കൊടുക്കണോ? വേണോ? ഞാൻ ടാക്സി ഡ്രൈവർ അല്ല, ഒരു താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ടാ. ഒന്നും രണ്ടും പേരാണ് ഇതിനകത്തേക്ക് വലിച്ചു കയറ്റുന്നത്. എന്നിട്ട് കയറുന്നവരോ അവിടെ ഇറക്ക് ഇവിടെ ഇറക്ക്. ഞാനെന്താ ഷട്ടിൽ സർവീസ് അടിക്കാൻ നടക്കുന്ന ആളാ? പോയിന്റ്. കൂടെ ജോലി ചെയ്യുന്നവർക്ക് ഒരു ലിഫ്റ്റ് കൊടുത്തെന്നും പറഞ്ഞ് വണ്ടിക്കൊന്നും സംഭവിക്കില്ല. ഇതും പോയിന്റ്. എനിക്ക് തിരക്കുണ്ട്. എനിക്കും. രണ്ടാളും ഒന്ന് നിന്നേ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? മോഹനൻ സുജാതയെ വിവാഹം ചെയ്ത ദിവസമാ. 29ാം വിവാഹ വാർഷികം. മഴവിൽ പൂങ്കിളി നീ എൻ പ്രണയിനി. മറ്റൊരു പ്രത്യേകതയുണ്ട് ഈ ദിവസത്തിന്. നിങ്ങൾ പരസ്പരം സംസാരിക്കാതായിട്ട് 25 വർഷം കഴിഞ്ഞു. 1/4 നൂറ്റാണ്ട്. അച്ഛൻ ഏതിനു മക്കളെ ആശംസിക്കണം? മിണ്ടാത്തതിനോ വിവാഹത്തിനോ? ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചൊരു വാഹനത്തിൽ സഞ്ചരിക്കുക, കല്യാണങ്ങൾക്കും പാർട്ടികൾക്കും പോവുക. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് മുന്നിൽ ഭദ്രമായി ചില്ലിട്ട് വച്ച ഒരു കുടുംബ ജീവിതം. അകത്തോ